പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. പണ്ട് ഒരു കുരങ്ങൻ എവിടേക്കോ പോവുകയായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഒരു മരം അറുത്തു വെച്ചത് കണ്ടു. കുരങ്ങൻ അതിന്മേൽ കയറി കുറെ കളിയൊക്കെ കളിച്ചു. അബദ്ധത്തിൽ ആപ്പ് തട്ടി കുരങ്ങൻ്റെ വാൽ മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. പഠിച്ച പണി 18 എടുത്തിട്ടും കുരങ്ങന് തൻ്റെ വാൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ആപ്പ് കഥയാണ് ഇത്. ഇപ്പോൾ വാല് മാത്രമല്ല, തലയും ഉടലും ഒക്കെ ആപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആപ്പില്ലാതെ ജീവിക്കാനാവില്ല എന്ന നിലയിലാണ്. ഭക്ഷണവും വെള്ളവും ഒന്നും വേണ്ട. കുറേ നേരം ആപ്പിലിരുന്ന് തോണ്ടിക്കളിക്കാൻ എന്തൊരു സുഖമാണ്. രാവിലെ ചായ കുടിക്കുന്നതിന് മുമ്പേ അരമണിക്കൂർ ഫേസ്ബുക്കിൽ പോയിട്ടില്ലെങ്കിൽ പലർക്കും ചായ ഇറങ്ങില്ല. ഉച്ചഭക്ഷണത്തിന് മുമ്പ് അരമണിക്കൂർ യൂട്യൂബിൽ. വൈകുന്നേരത്തെ ചായക്ക് മുമ്പേ വാട്സാപ്പിൽ. ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലായിടത്തും പോയി കിടക്കുമ്പോഴേക്കും സമയം 11 മണിയായിട്ടുണ്ടാകും. ആപ്പിനൊപ്പമാണ് നമ്മുടെ ജീവിതം. ഉപ്പില്ലാതെ കറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ആപ്പില്ലാതെ നാമുമില്ല. ആരാണ് ഈ ആപ്പ് കണ്ടുപിടിച്ചത്? ഓൻ വലിയ തലയുള്ളവനാണ്. ആപ്പിൻ്റെ ഒരു തീം സോങ് ഉണ്ട്. പണ്ടത്തെ ഹിന്ദി പാട്ടിൽ അതുണ്ട്. ആപ്പ് ജായേ ആപ്പ് ജായേ. അത് നമ്മുടെ വി.ഡി. രാജപ്പന്മാർ കാപ്പീൻ ചായേ എന്ന് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. അപ്പുറത്ത് ചായക്കടയിൽ പണ്ടൊക്കെ ആൾക്കാർ വന്നു പറയും, ഒരു ആപ്പ് ചായയും കടിയും എന്ന്. സംഗതി ഹാഫാണ്. എന്നാലും നാട്ടുകാർ അങ്ങനെയാണ് പറഞ്ഞു വന്നത്. മാർക്കറ്റിൻ്റെ അപ്പുറത്താണ് വൈകുന്നേരം കുറേ ആളുകൾ കൂടിച്ചേരുക. സാധനം വാങ്ങിക്കൊണ്ടുവന്ന് അവർ ഷെയർ ആക്കുകയാണ്. ചിലർ ഇതിനെ ഷെയർ മാർക്കറ്റ് എന്ന് വിളിച്ചു. അവരും പറയും ഒരാപ്പ് വാങ്ങി ഫുള്ള് കുടിച്ചു എന്ന്. ആപ്പിൽ കുടുങ്ങിയ നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും. പണം വർദ്ധിപ്പിക്കാം, സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് ആപ്പിന് പിന്നാലെ പോയി ആപ്പിലായ ധാരാളം പേർ. ചില്ലറക്കാരൊന്നുമല്ല അവർ, VIPs ആണ്. പിന്നെ സാധാരണക്കാരുടെ കഥ എന്ത് പറയാനാണ്? ആപ്പ് കൂടുതലായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. 10ഉം 100ഉം ആപ്പൊക്കെ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ആപ്പിലൂടെ നിർവഹിക്കുന്നവരുണ്ട്. ഇവരെ നമുക്ക് ആപ്പൻ എന്ന് വിളിച്ചാലോ? ഇനി നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിലേക്ക് പോകാം. ലോകത്തിലെ ആദ്യത്തെ സമരമാണ്, ആപ്പ് സമരമാണ് അവിടെ നടന്നത്. കഴിഞ്ഞയാഴ്ചയാണ് സർക്കാർ ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ സമരം തുടങ്ങി. ആപ്പില്ലാതെ ജീവിക്കാനാവില്ല. ഭക്ഷണമില്ലെങ്കിൽ പ്രശ്നമില്ല, തൊഴിലില്ലെങ്കിൽ പ്രശ്നമില്ല, കിടക്കാനിടമില്ലേ പ്രശ്നമില്ല, ആപ്പ് വേണം. ന്യൂ ജനറേഷനാണ് തെരുവിലിറങ്ങിയത്. പാർലമെൻറ്റിലേക്ക് മാർച്ച്, വീട്ടിലേക്ക് മാർച്ച്, അക്രമാസക്തം. പ്രധാനമന്ത്രിയും രാജിവെച്ചു. 10-20 പേരാണ് ആ ആപ്പ് സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത്.
തീർന്നിട്ടില്ല അവിടുത്തെ പ്രശ്നം. ഇപ്പോഴത്തെ ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ നേപ്പാൾ സർക്കാരിന് വലിയ പിഴവാണുണ്ടായത്. അവർ ന്യൂ ജനറേഷനെ പറ്റി തീരെ ഓർത്തില്ല. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് സമയം ഇൻ്റർനെറ്റും ആപ്പുകളും മതി, അതും കണ്ട് ആസ്വദിച്ച് സമാധാനമായി ജീവിച്ചു കൊള്ളാമെന്നാണ് ഇപ്പോഴത്തെ തലമുറയുടെ മനോഭാവം. ശരിക്കും നേപ്പാളാണ് ആപ്പിലായത്. എല്ലാവർക്കും ഒരു പാഠമാണ് നേപ്പാൾ. നന്ദി, നമസ്കാരം.